വെളുത്ത മഞ്ഞുപാളികൾക്കിടയിലൂടെ ഒഴുകുന്ന രക്തവർണ്ണമുള്ള ബ്ലഡ് ഫാൾസ് ഗവേഷകരിലും ആളുകളിലും ഒരുപോലെ കൗതുകമുണർത്തുന്നതാണ്. ഈ വെള്ളച്ചാട്ടത്തിന്റെ ഒഴുക്ക് കണ്ടാൽ ചോര വാർന്നൊലിക്കുന്നതായേ തോന്നുകയുള്ളൂ. ഒറ്റനോട്ടത്തിൽ ആളുകളുടെ ഭയമുണർത്തുന്ന അന്റാർട്ടിക്കയിലെ ഈ വെള്ളച്ചാട്ടത്തിന്റെ ചിത്രങ്ങളും വാർത്തകളും വീണ്ടും സോഷ്യൽ മീഡിയയിലും പത്രമാധ്യമങ്ങളിലും നിറയുകയാണ്. അന്റാർട്ടിക്കയിലെ മർമുഡോ ഡ്രൈ വാൽസിലെ ടെയ്ലർ മഞ്ഞുപാളികൾക്കിടയിൽ നിന്നും ബോണി തടാകത്തിന്റെ ഉപരിതലത്തിലേക്കാണ് ഈ ചുവന്ന വെള്ളത്തിന്റെ ഒഴുക്ക്. മഞ്ഞുമലയ്ക്കടിയിൽ ഏകദേശം 400 മീറ്റർ അഥവാ 1300 അടി ആഴത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗുഹയാണ് ഇതിന്റെ ഉദ്ഭവസ്ഥാനമെന്നാണ് കരുതിപ്പോരുന്നത്. ഈ ഗുഹയുടെ ആഴമോ വലിപ്പമോ സംബന്ധിച്ച വിവരങ്ങൾ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്നാൽ പതിറ്റാണ്ടുകൾക്ക് മുൻപ് ഈ ഗുഹയുടെ രഹസ്യം കണ്ടെത്താൻ ഗവേഷകർ ശ്രമിച്ചിരുന്നു. എന്നാൽ അത് ശാസ്ത്രലോകത്തെ തന്നെ അമ്പരപ്പിക്കുന്ന മറ്റൊരു കണ്ടെത്തലിലേക്കായിരുന്നു നയിച്ചത്. വെള്ളച്ചാട്ടത്തിന്റെ ഉദ്ഭവസ്ഥാനം കണ്ടെത്താൻ ഗവേഷകർ മഞ്ഞുപാളികൾക്കിടയിലൂടെ ഇറങ്ങിപ്പോകുന്ന യന്ത്രമുണ്ടാക്കി. ശേഷം ഗുഹയുടെ സാമ്പിളുകൾ അതുവഴി ശേഖരിച്ചു. ഇതിലെ ജീവനുള്ള ബാക്ടീരിയകളായിരുന്നു ശാസ്ത്രലോകത്തെ ഞെട്ടിച്ചത്. ജീവന്റെ തുടിപ്പ് പോലും അവശേഷിക്കാൻ സാധ്യതയില്ലാത്ത സ്ഥലത്ത് ജീവന്റെ അംശം കണ്ടെത്തിയത് ശാസ്ത്രലോകത്തെ അമ്പരപ്പിച്ചു. ഓസ്ട്രേലിയക്കാരനായ ഗ്രിഫിത്ത് ടെയ്ലർ എന്ന പര്യവേഷകനാണ് ആദ്യമായി ബ്ലഡ് ഫ്ലോ കണ്ടെത്തിയത്. 1911 ഇത്. വെള്ളത്തിന്റെ ഈ ചുവന്ന നിറത്തിന് കാരണം ആൽഗകളാകാമെന്നായിരുന്നു അദ്ദേഹം കരുതിയിരുന്നത്. എന്നാൽ ഗ്രിഫിത്തിന്റെ കണ്ടെത്തൽ മുതൽ ഈ രക്തവർണ്ണത്തിലുള്ള വെള്ളത്തിന്റെ രഹസ്യം ഗവേഷകർ തേടിക്കൊണ്ടേയിരുന്നു. പല കാലങ്ങളിൽ പലതരത്തിലുള്ള കണ്ടെത്തലുകളും നിഗമനങ്ങളും ബ്ലഡ് ഫ്ലോയെ വാർത്തകളിൽ നിറച്ചു. ഇതുപോലെയൊരു കണ്ടെത്തലിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നതോടെയാണ് ബ്ലഡ് ഫ്ലോ വീണ്ടും ശ്രദ്ധയാകർഷിച്ചത്. ഒരു നൂറ്റാണ്ട് നീണ്ട രഹസ്യത്തിന്റെ സത്യം ഗവേഷകർ വെളിപ്പെടുത്തിയെന്ന തലക്കെട്ടുകളോടെയാണ് ഈ ചുവന്ന വെള്ളച്ചാട്ടത്തിന്റെ ചിത്രങ്ങളും വാർത്തകളും ഇപ്പോൾ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും നിറയുന്നത്. ആ രഹസ്യം ഇതാണ്: മഞ്ഞുപാളികളുടെ അടിയിലുള്ള ഇരുമ്പിന്റെയും ഉപ്പിന്റെയും അംശമാണ് വെള്ളത്തിന് ചുവന്ന നിറം നൽകുന്നത്. ഇരുമ്പ് കലർന്ന ഉപ്പുവെള്ളം ഉപരിതലത്തിലേക്ക് വരുമ്പോൾ അത് ഓക്സിജനുമായി കലരുന്നു. ഇതിന്റെ പ്രതിപ്രവർത്തനത്തിന്റെ ഫലമായി തുരുമ്പ് രൂപപ്പെടുന്നു. ഈ തുരുമ്പാണ് ചുവന്ന നിറത്തിൽ കാണപ്പെടുന്നത് എന്നാണ് ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നത്. വെള്ളത്തിലെ ഉയർന്ന അളവിലുള്ള ഉപ്പിന്റെ അംശം തുരുമ്പടങ്ങിയ വെള്ളം ഐസാകുന്നത് തടയുന്നു. ഇതാണ് ഇരുമ്പ് ദ്രാവക രൂപത്തിൽ ഒലിക്കാൻ കാരണമെന്നും ഗവേഷകർ ഇതോടൊപ്പം വ്യക്തമാക്കുന്നുണ്ട്.